കെഎസ്ഇബി ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം? ചോദ്യം കേരളത്തിൽ ഒരു മാസം ജനങ്ങളുടെ ഏറ്റവും അധികം പണം കുന്നുകൂടുന്ന 60 വർഷത്തോളം പഴക്കമുള്ള കെഎസ്ഇബിയോട് തന്നെ. ഈ ചോദ്യത്തിന് കാരണം കെഎസ്ഇബി മറ്റൊരു കെഎസ്ആർടിസി ആകുന്നു എന്നും രക്ഷിക്കാൻ പൊതുജനങ്ങളുടെ നിക്ഷേപം വേണമെന്നും ഇപ്പോൾ അറിയിപ്പ് വന്നിരിക്കുകയാണ്. കെഎസ്ഇബി ചെയർമാൻ ഡോക്ടർ ബിജു പ്രഭാകർ പറയുന്ന അറിയിപ്പ് ഇങ്ങനെ: കെഎസ്ഇബി മറ്റൊരു കെഎസ്ആർടിസിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വരും വർഷങ്ങളിൽ കേരളം ഇരുട്ടിലാവും എന്നതിൽ സംശയം വേണ്ട. മാറ്റങ്ങളില്ലാതെ കെഎസ്ഇബിയെ രക്ഷിക്കാനാവില്ല. പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപം വാങ്ങി കെഎസ്ഇബിയിൽ പണം എത്തണം. കെഎസ്ഇബി സ്വകാര്യവൽക്കരണം നടപ്പാക്കണം. മാത്രമല്ല, കേരളത്തിലെ നികുതി നൽകി മുടിഞ്ഞ സർക്കാരിൽ നിന്നും ചികിത്സാ സഹായം പോലും കിട്ടാത്ത സാധാ ജനങ്ങളെ നോക്കി കെഎസ്ഇബി ചെയർമാൻ വായിലും തലയിലും കൊള്ളാത്ത കുറെ കോടികളുടെ നഷ്ടക്കണക്കും പറഞ്ഞു. അതിങ്ങനെ: കെഎസ്ഇബിയുടെ ദൈനംദിന ചിലവുകൾക്ക് മാസം 400 കോടി വരെ വലിയ പലിശയ്ക്ക് ഓവർ ഡ്രാഫ്റ്റ് എടുക്കേണ്ടി വരുന്നതായി ചെയർമാൻ വ്യക്തമാക്കി. 150 കോടി രൂപയാണ് ശരാശരി മാസ വരുമാനം. ചെലവ് 1950 കോടിയും. മാസം വൈദ്യുതി വാങ്ങാൻ 900 കോടി രൂപ വേണം. വായ്പ തിരിച്ചടയ്ക്കാൻ 300 കോടിയും. ഒന്ന് ഓർക്കണം, ഒരു മാസം ഇത്രയധികം പണം ഒഴുകി ശേഖരിക്കുന്ന മറ്റൊരു സർക്കാർ വകുപ്പ് വേറെയില്ല. മൊത്തം ജനം നൽകുന്ന പണത്തിന്റെ കണക്ക് വർഷമെടുത്താൽ ഒരു സമാന്തര സർക്കാരിനെ പോലെ തോന്നും. കേന്ദ്രത്തിൽ റെയിൽവേ പോലെ. ഇത്ര വൈദ്യുത നിരക്ക് കൂട്ടിയെടുത്തിട്ടും ഇനിയും നഷ്ടമെന്ന് പറഞ്ഞാൽ ഇവരെ മടല് വെട്ടി ഓടിക്കണമെന്ന് വരെ ജനം കമന്റ് എഴുതുകയാണ്. നിങ്ങൾ ഈ കാശെല്ലാം എടുത്ത് ഭരിച്ചും മുടിച്ചും വകമാറ്റിയും അനാവശ്യ തസ്തികകൾ ഉണ്ടാക്കിയും പദ്ധതിയും അഴിമതിയും ഒക്കെ നടത്തിയിട്ട് ജനത്തിന്റെ അടുത്തേക്ക് ഇനി നിക്ഷേപവും ചോദിച്ചു വരുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് ഇത്ര നികുതി തന്നിട്ട് ചികിത്സയില്ല, മാന്യമായ റോഡുകളില്ല, നല്ല കുടിവെള്ളമില്ല, നീതി കിട്ടുന്നില്ല, നല്ല ആഹാരമില്ല. ഇതെല്ലാം ബാധകമല്ലാതെ ഭരിക്കുന്ന MLA-മാർ മുതൽ മന്ത്രിമാർ വരെ സർക്കാർ ചിലവിൽ ജീവിക്കുന്നു, ചികിത്സിക്കുന്നു, ഭക്ഷിക്കുന്നു, താമസിക്കുന്നു. കെഎസ്ഇബി മലയാളികളിൽ നിന്നും ഊറ്റിവാങ്ങുന്നത് വികസിത രാജ്യത്തെ വൈദ്യുതിയുടെ അടിസ്ഥാന നിരക്കിന് തുല്യമാണ്. മലയാളി യൂറോപ്പിലും കാനഡയിലും അമേരിക്കയിലും ഗൾഫിലും ഒന്നുമല്ല. എന്നാൽ മലയാളി അവിടുത്തെ ലോക മുതലാളിമാർ വൈദ്യുതിക്ക് നൽകുന്ന പണം പോലെ കേരളത്തിൽ നൽകുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് കൃത്യമായ വൈദ്യുതി പോലും കിട്ടുന്നില്ല. ലോകത്തെ മുൻനിരകളിലെ പോലെ വൈദ്യുത നിരക്ക് ഈടാക്കിയിട്ടും എങ്ങനെ കെഎസ്ഇബി ഇങ്ങനെ മുടിഞ്ഞുപോയി? കെഎസ്ഇബി ഒരു യൂണിറ്റ് വൈദ്യുതി വിൽക്കുന്നത് ശരാശരി 3.81 രൂപയ്ക്കാണ് എന്ന് പറയുന്നു. എന്നാൽ ഇതിനും പുറമെ എന്തെല്ലാം പണമാണ് വിവിധ സെസ്സായും മറ്റും ചുമത്തുന്നത്. ഇതിൽ സിംഹഭാഗവും ചിലവാകുന്നത് പുറമേ നിന്ന് വാങ്ങുന്ന വൈദ്യുതിയുടെ വിലയായും ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ തുടങ്ങിയ ഇനങ്ങളിലുമാണ്. ഉൽപാദനത്തിന് 19 പൈസയും മൂലധനേതര സാങ്കേതിക ചിലവുകൾക്ക് 49 പൈസയും മാത്രമാണ് വകയിരുത്തേണ്ടി വരുന്നത് എന്ന് പറയുന്നു. ഈ IT യുഗത്തിൽ എന്തിനാണ് ഇത്രയും ഓഫീസ് ജീവനക്കാർ? തൂക്കാനും വാരാനും ലോഡിങ്ങിന് പോലും മെഷീനറികൾ. ഇപ്പോൾ കെഎസ്ഇബിയിൽ ഖലാസികളെ പോലെ അടിസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്നു. കമ്പ്യൂട്ടറും ITയും വന്നിട്ട് തസ്തികയും ഓഫീസ് ജീവനക്കാരും 10ൽ ഒരാളായി കുറയേണ്ടതാണ്. എന്നാൽ ഒരു ജീവനക്കാരൻ പോലും കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. എന്നാൽ IT വർഗത്തിന് ആയിരക്കണക്കിന് കോടികളും ITക്ക് ഒരു വിഭാഗവും തന്നെ തുറന്നു. കമ്പ്യൂട്ടർ വന്നതും ITയും അതും ജനങ്ങൾക്ക് ഭാരമായി. ചിലവ് കുറയ്ക്കേണ്ട, അതിന്റെ പേരിൽ ചിലവ് കൂട്ടുകയായിരുന്നു. ഇത്രയും കൊള്ള നടത്തിയിട്ട് ഇനി കെഎസ്ഇബി ജനങ്ങളോട് നിക്ഷേപം ചോദിക്കുന്നു. ആര് കൊടുക്കാൻ? ഇത്രയും പണം തന്നിട്ട് മാന്യമായ വൈദ്യുതി വിതരണം പോലും നടപ്പാക്കാത്ത നിങ്ങൾക്ക് ഇനി ജനം പണം തന്നാൽ എന്തുറപ്പ്? ഇങ്ങനെയൊക്കെ നിക്ഷേപം ചോദിക്കാനും വേണം ഇത്തിരി ഉളുപ്പ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.